എന്റെ മോളെ ഭർത്താവ് ഇനിയിപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോ അവളെ കൂടെ കൊണ്ടുപോകും. ഞാൻ എപ്പോഴും എന്റെ മോളെ വിളിക്കുമ്പോ പറയും, ചേട്ടന്റെ അടുത്ത് വരുമ്പോ ഇനി അവൾ നിന്നെയും കൂടെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും അവൾക്ക് ഇങ്ങനെ എരിയേറ്റി കൊടുക്കും. അങ്ങനെ ഇപ്പതാ എന്റെ മോളെ ഭർത്താവ് വരുമ്പോ അവളെയും കൂടെ കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം എന്തെന്നറിയാമോ, സ്വസ്ഥമായിട്ട് നിൽക്കാല്ല. അമ്മായിയമ്മ പോരില്ല, അമ്മാവൻ പോരില്ല, നാത്തും പോരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ എങ്ങനെയെങ്കിലും നീ അവന്റെ കൂടെ പോകാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതാ അടുത്ത ആഴ്ച ചെറുക്കാൻ വരണം. ആര്? എന്റെ മരുമോൻ വരുമ്പോ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട, അവളെയും കൊണ്ടങ്ങ് വെക്കുള്ളൂ. ഞാൻ പറഞ്ഞു, മക്കളെ വന്നിട്ട് അധികം ദിവസം ഒന്നും നിർത്തുമ്പോ പിന്നെ അവർ പിടിച്ചായിട്ട് നിർത്തിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഒരു 2-3 ദിവസം അതിനപ്പുറം പോവില്ലേ. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ദുബായിലോട്ട് പോകാൻ പറഞ്ഞു. അത് വേണം ചെയ്യാൻ. എന്റെ മോളല്ലെങ്കിൽ കിടന്ന് കഷ്ടപ്പെടൂലേ, നിങ്ങളെല്ലാം കഷ്ടപ്പെടൂലേ. ഓ, വീട്ടിലൊരുത്തി ഉണ്ട്, എന്റെ മോന്റെ ഭാര്യ. അവൻ എന്നും കിടന്ന് പിടി, ചേട്ടാ എന്ന് വരും, എന്നെ കൊണ്ടുപോകും. ഇവക്ക് വല്ല ആവശ്യമുണ്ട്? ഇവള് പോയാലേ ഇവിടെ ആരുണ്ട്? നിങ്ങൾ എന്നെ പറ, ഇവിടെ ആരുണ്ട്? എനിക്ക് എങ്ങനെ മനസ്സ് വരണം പോവാനൊക്കെ? എനിക്കതാണ് മനസ്സിലാവാത്തത്. പക്ഷെ ഞാൻ വിടാതിരിക്കാനേ ഞാൻ നോക്കൂ എങ്ങനെയെങ്കിലും. എന്നാലും എന്റെ ആ മോനുണ്ടല്ലോ, ഇവൻ കൊണ്ടുപോകാൻ നിൽക്കണല്ലോ. പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല. ഞാൻ അതെല്ലാം തടസ്സപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തും. എപ്പോൾ വിളിച്ചാലും എന്ന് വരും, എന്നെ എന്ന് ഗൾഫിൽ കൊണ്ടുപോകും. അവർക്ക് ഇവിടെ നിന്നൂടെ? ഇവിടെ എന്തോന്ന് കുറവുണ്ട്? മീനിന് മീന്, സാധനത്തിന് സാധനം, അരിക്ക് അരി, പലവഞ്ഞ എല്ലാ സാധനവും സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ അവർക്ക് ഇവിടെ നിന്നൂടെ? ഇവിടെ എന്തിനാ എൻ്റെ അടുത്ത് തുള്ളി കൊണ്ട് പോകാൻ പോണത്?